Ministries. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. கிறிஸ்துவுக்குள் மிகவும் பிரியமானவர்களே, மகிழ்ச்சிகரமான இந்த 3வது மாதத்தின் முதல் நாளிலே காட் கூசிஸ் மினிஸ்ட்ரி சார்பாக தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் உங்கள் ஊழியங்களையும் ஆசீர்வதிப்பாராக. தேவனாகிய கர்த்தர் இந்த மாதத்திலே உங்கள் முன்பாக சென்று எல்லா தடைகளையும் அகற்றுவார் என்று விசுவாசித்து அதை உறுதிப்படுத்துகிறேன். தேவனுடைய கிருபையும் சமாதானமும் பாதுகாப்பும் தயவும் உங்களோடு இருக்க வாழ்த்துகிறேன். இந்த மாதத்திலே தேவனாகிய கர்த்தர் நமக்கு முன்பாக சென்று சகல தடைகளையும் நீக்கி நாம் ஜெயம் கொள்ளும்படியாக, நாம் கர்த்தருக்குள் மகிழ்ந்திருக்கும்படியாக அவர் நமக்கு உதவி செய்வார். தொடர்ந்து தேவனுடைய நாமத்தை எல்லா சூழ்நிலைகளிலும் துதிக்கவும் ஸ்தோத்தரிக்கவும் உங்களை ஒப்பு கொடுங்கள். அவருடைய இரக்கம் பெரியது. தொடர்ந்து அவர் உங்களை நடத்த உண்மையுள்ளவராயிருக்கிறார். தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം കൂടെ വീണ്ടും കാണാനും സന്തോഷിക്കുവാനും ഈ നിലകളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ദൈവമക്കളോടൊപ്പം ഒരു പ്രാവശ്യം കൂടി ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം ഒരു അവസരം കൂടെ നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അതിനോടൊപ്പം ഗോഡ് ഗുഡ്സ് മിനിസ്ട്രിയുടെ സ്ഥാപകനായിരിക്കുന്ന കഥാവിദാസൻ കൂടെ ആയിരിക്കുന്ന കഥാവിദാസന്മാർ എല്ലാ സ്തോത്രം ആമേൻ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസ കുടുംബങ്ങളോടുള്ള ഹൃദയകമായ സ്നേഹത്തെ അർപ്പിക്കുന്നു. ഈ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന തിരുവചനത്തിലേക്ക് നമ്മുടെ വിലയേറിയ ശ്രദ്ധകളെ തിരിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കുമ്പോൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം എല്ലാവർക്കും സുഖരിതമായ വളരെ ലളിതമായ മനോഹരമായ സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ സ്തോത്രം വിളിച്ചു പറയുന്നു. ചില ദിവസം കഴിഞ്ഞതിന് ശേഷം യേശു ക്രിസ്തു വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി. യേശു ചില ദിവസം കഴിഞ്ഞതിന് ശേഷം യേശു കർത്താവ് വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി. സ്തോത്രം. വാതിൽക്കൽ പോലും ഇടമില്ലാതെ പുരുഷാരം അവിടെ കടന്നു വന്നു. സ്തോത്രം. അപ്പോൾ പുരുഷാരത്തിന്റെ ഇടയിൽ സ്തോത്രം ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കടന്നു വന്നവരുണ്ട്, ന്യായശാസ്ത്രിമാരുണ്ട്, പരീക്ഷകന്മാർ കൂട്ടത്തിൽ ഉണ്ട്. വേദപുസ്തകം പറയുന്നു യേശു ക്രിസ്തു സന്ദർശിച്ച 10 ഭവനങ്ങൾ. ആ 10 ഭവനങ്ങളിൽ വ്യത്യസ്തമായ 10 അത്ഭുതങ്ങൾ നടക്കുവാനിടയായി. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ ഇന്നും വിശ്വസിക്കുന്നവരിൽ, ഇന്നും പ്രാർത്ഥിക്കുന്നവരിൽ, ഇന്നും ആരാധിക്കുന്നവരിൽ സ്തോത്രം ശ്രേഷ്ഠമായി ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ യേശു ക്രിസ്തു പുരുഷാരത്തോട് ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം എന്താ പ്രത്യേകത? യേശു വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായല്ലോ. സ്തോത്രം. യേശുവിന്റെ ശുശ്രൂഷ കൂടുതലും ഗലീല പട്ടണത്തിൽ ശക്തമായി നടക്കുകയാണ്. എന്തുകൊണ്ട്? യേശുക്രിസ്തു യഹൂദന്മാരുടെ ഇടയിൽ ശക്തമായ ശുശ്രൂഷ ചെയ്തില്ല എന്ന് സ്തോത്രം ചോദിച്ചാൽ ബൈബിൾ പറയുന്നു യഹൂദന്മാർ കൂടുതലും ദൈവത്തെ വിശ്വസിക്കുന്നവരല്ല, അവിശ്വസിക്കുന്നവരും കച്ചവടക്കാരുമായിരുന്നു. അതുകൊണ്ട് സ്തോത്രം യഹൂദ വിട്ടിട്ട് യേശുക്രിസ്തു എന്തേ യെരുശലേമിൽ പോകാത്തത്? യേശു മുഖ്യ കാര്യങ്ങൾക്ക് മാത്രം യെരുശലേം ദേവാലയത്തിൽ പോയിരുന്നു. അതിനുശേഷം യേശുവിന്റെ ശുശ്രൂഷ ഗലീല പട്ടണത്തിൽ 3 പട്ടണങ്ങൾ അതേ പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നു ബൈബിളിൽ. 1 യഹൂദ പട്ടണം, 2 സ്തോത്രം ഗലീല പട്ടണം, 3 സ്തോത്രം യെരുശലേം പട്ടണം. യെരുശലേം പട്ടണത്തിലും സ്തോത്രം ഒത്തിരി പരീക്ഷന്മാരുള്ള, ബൈബിൾ കോളേജുള്ള, ബൈബിൾ സൊസൈറ്റി ഉള്ള ഒത്തിരി സ്തോത്രം ജ്ഞാനികളുള്ളവർ, പരീക്ഷകന്മാർ ഉള്ളവർ. അതുകൊണ്ട് യേശു ക്രിസ്തു അവിടെ നിന്ന് മാറി യേശു ഗലീലയിൽ തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ സ്തോത്രം തന്റെ ശുശ്രൂഷയ്ക്ക് താങ്ങും തളനുമായി അവിടുത്തെ ജനം
ജനം അനുസരണയുള്ള, അവിടുത്തെ ജനം ആരെ? അനുസരണയുള്ള, ദൈവം പറഞ്ഞാൽ അനുസരിക്കുന്ന, ദൈവം പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്ന, ദൈവം പറഞ്ഞാൽ സമർപ്പിച്ചു കൊടുക്കുന്ന, ദൈവം പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടരെ സ്തോത്രം യേശു കർത്താവ് തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ യേശു സന്ദർശിച്ച, ഞാൻ മുൻ പറഞ്ഞു, 10 ഭവനങ്ങൾ, അതിൽ സ്തോത്രം യേശുവിൻ ഭവനത്തിൽ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായപ്പോൾ സ്തോത്രം വാതിൽക്കൽ പോലും ഇടമില്ലാതെ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കടന്നു വന്നു. ഇതേ ആ സമയത്ത് 4 പേർ ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ടുവരുന്നു. 4 പേർ ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ടുവരുന്നു. സ്തോത്രം ഫിലിപ്പിയ ലേഖനം 2 സ്തോത്രം 27 പറയുന്നു, മരിക്കാറായ സ്തോത്രം രോഗികളെ ദൈവം സൗഖ്യപ്പെടുത്തുന്നു, മരണത്തെ മാറ്റുകയാണ്. 4 പേർ ചേർന്ന് ഒരുവനെ എടുത്തുകൊണ്ടുവരുമ്പോൾ വാതിൽക്കൽ പോലും ഇടമില്ലാതെ പുരുഷാരത്തിന്റെ സ്തോത്രം ആരാപാരം. ഞാൻ പറയുന്നു പുരുഷാരം മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ സ്തോത്രം സ്ത്രീകൾ, കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ കടന്നു വന്നിരുന്നു. എന്നാൽ സ്തോത്രം യേശുവിന്റെ അടുക്കൽ സ്തോത്രം 4 പേർ ചേർന്ന് ഒരുവനെ എടുത്തുകൊണ്ടുവരുന്നു. 4 പേരെ വിശ്വാസവും വലുത്. അതുകൊണ്ട് വാതിൽക്ക് പോലും ഇടമില്ലാതെ അവർ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോയില്ല. യേശു ഇരുന്ന സ്ഥലത്ത് ആ മേൽക്കൂര പൊളിച്ച് യേശു കർത്താവിന്റെ അടുക്കൽ സ്തോത്രം 4 പേരും കൂടെ അവനെ താഴോട്ട് ഇറക്കി കൊടുക്കുമ്പോൾ സംഭവിച്ചത് ഒന്ന്, യേശു ക്രിസ്തു അവന്റെ പാപത്തെ ക്ഷമിക്കുന്നു. സ്തോത്രം ഇത് കണ്ടിട്ട് പരീശൻ ആശ്ചര്യപ്പെട്ടു പോയി. യേശു ക്രിസ്തുവിനെ രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ മാത്രം അല്ല, ശ്രദ്ധിക്കണമേ, യേശു ക്രിസ്തുവിനെ രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ മാത്രമല്ല, അതേ പവറുള്ളത്, അധികാരമുള്ളത് യേശു സകലത്തിന്റെയും ഉടയവൻ, എല്ലാത്തിന്റെയും അധികാരി. അതുകൊണ്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ വരുന്നു. ഈ കുഞ്ഞാടാം യേശു ക്രിസ്തു പാപത്തെ ക്ഷമിച്ചു, അവന്റെ പാപത്തെ ക്ഷമിച്ചു. ശ്രദ്ധിക്കണമേ, അവൻ രോഗം സൗഖ്യപ്പെടുത്തുന്ന മാത്രമല്ല, അവൻ ഭൂതഗ്രസ്തർക്ക് വിടുതൽ നൽകുന്ന മാത്രമല്ല, അവൻ കുരുടന് കാഴ്ച കൊടുക്കുന്ന ദൈവം മാത്രമല്ല, അവൻ മുടന്തനെ നടത്തുന്ന ദൈവം മാത്രമല്ല, അവൻ കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുക്കുന്ന ദൈവം മാത്രമല്ല, അവൻ മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവം മാത്രമല്ല, പിന്നെ അവൻ പാപങ്ങൾക്ക് സ്തോത്രം പുഷ്ടപ്പെട്ട് പാപത്തെ ക്ഷമിക്കുന്ന ദൈവം. പാപത്തെ സ്തോത്രം ക്ഷമിച്ചിരിക്കുന്നു. ഇതേ ആ മനുഷ്യൻ എല്ലാവരും നോക്കി നിൽക്കേ പക്ഷപാതക്കാരനായ സ്തോത്രം ആ മനുഷ്യൻ എന്നേക്കുമായി സൗഖ്യം പ്രാപിച്ച് പുഷ്ടി പ്രാപിച്ച് പരീക്ഷകന്മാരുടെ പാണ്ഡിത്യമുള്ള ജ്ഞാനികളുള്ള മധ്യത്തിൽ അവൻ എഴുന്നേറ്റ് സ്തോത്രം ഓടുകയാണ്. അതേ സ്തോത്രം സങ്കീർത്തനം 41 3-ാം വാക്യം വിളിച്ചു പറയുന്നു, അവൻ നിന്റെ ദീനക്കിടക്കെ മാറ്റിവിരിക്കുന്നവൻ. യേശു ക്രിസ്തു ആരെ? അവൻ നിന്റെ ദീനക്കിടക്കെ മാറ്റിവിരിക്കുന്നവൻ. ഒന്ന്, അവൻ നിന്റെ സകല രോഗങ്ങൾക്കും സൗഖ്യം തരുന്നവൻ. യെശയ്യാവ് പറഞ്ഞതുപോലെ അവന്റെ അടിപ്പിണറാൽ സൗഖ്യം വന്നിരിക്കുന്നു. 2, അവൻ പാപങ്ങളെ മോചിപ്പിച്ചു തരുന്നവൻ. 3, അവൻ നിന്നെ സ്തോത്രം നിത്യ ജീവനിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് യേശു ഇരുന്ന 10 ഭവനങ്ങളെ, പ്രത്യേകിച്ച് ഒരുപാട് ഭവനങ്ങളിൽ യേശു ചെന്നിട്ടുണ്ട്. യേശു ഇരുന്ന 10 ഭവനങ്ങളെ ഗലീല പട്ടണത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇതേ കവർണ്ണഭൂമിയിൽ പത്രോസിന്റെ അമ്മാവിയമ്മയുടെ ഭവനത്തിൽ ഇത്തരത്തിലൊരു മെറുക്കൾ നടക്കുമ്പോൾ ദേശമെങ്ങും ആശ്ചര്യപ്പെട്ടിട്ട് പറയുകയാണ്, ഇത്തരത്തിൽ സ്തോത്രം ഒരു പ്രവചന ശുശ്രൂഷ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ അനുസരിപ്പാനും വിശ്വസിപ്പാനും ആരാധിക്കുവാനും സമർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി. അങ്ങനെയാണെങ്കിൽ ഏത് ദീനക്കിടക്കയിലാണോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്, ഏത് കഷ്ടതയിലാണോ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്, ഏത് പ്രതിസന്ധിയിലാണോ ഈ വചനം സ്തോത്രം കേട്ടുകൊണ്ടിരിക്കുന്നത്, ഏത് കടഭാരത്തിന്റെ ഉള്ളിലാണോ പുറത്തു വരുവാൻ കഴിയാത്ത ഏത് സ്തോത്രം നീറിപ്പുകയുന്ന വിഷയത്തിന്റെ നടുവിലാണ് ഇരുന്നു കൊണ്ട് വചനം കേൾക്കുന്നുവെങ്കിൽ, നിന്റെ ഭവനത്തിലാണെങ്കിൽ ദൈവം അവിടെ ഇറങ്ങി വരും. ചർച്ചിലാണെങ്കിൽ അവിടെ ഇറങ്ങി വരും. യാത്രയിലാണെങ്കിൽ അവിടെ ഇറങ്ങി വന്ന് സ്തോത്രം നിനക്ക് പൂർണ്ണ സൗഖ്യം തരുന്ന യഹോവയായ കർത്താവ് ഇന്ന് പൽക്കാലം വിശ്വസിക്കുന്നവരുടെ മേൽ ഒരു സൗഖ്യത്തിന്റെ മിറക്കിൾ വ്യാപരിച്ചു കൊണ്ടിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ സ്തോത്രം, അവിടെ ഒരു 4 പേർ ചേർന്ന് നടന്ന കൊണ്ടുവന്ന ഒരു പക്ഷവാതക്കാരനെ വിടുവിച്ചുവെങ്കിൽ സ്തോത്രം, ഇതേ നോക്ക്, ലാസറിന്റെ ഭവനത്തിൽ മരിച്ച് 4 നാളായ ലാസറിനെ സ്തോത്രം പുറത്തു കൊണ്ടുവന്നു. യെയിറോസിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ യെയിറോസിന്റെ ഭവനത്തിൽ 12 വയസ്സുകാരിയായ മകൾ മരിച്ചുപോയി. സ്തോത്രം, ഇതേ നോക്ക്, അവൻ 12 വയസ്സുകാരിയായ മകൾ
പോലെ കരത്തിന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എങ്കിൽ സ്തോത്രം, യെയിറോസിന്റെ ഭവനത്തിൽ നിന്ന് മരണം മാറി, ലാസന്റെ ഭവനത്തിൽ നിന്ന് മരണം മാറി. സ്തോത്രം, തീർന്നില്ല. നൈൻ എന്ന പട്ടണത്തിലെ ചെല്ലുമ്പോൾ സ്തോത്രം, വിധവ കരഞ്ഞുകൊണ്ടും സ്തോത്രം ഇതേ ശവമഞ്ചത്തിൽ ചുമന്ന് കൊണ്ടുവരുന്നവരുടെ മകൻ മരിച്ച് സ്തോത്രം. എന്നാൽ യേശു ക്രിസ്തു സന്ദർശിച്ചപ്പോൾ, ഗുരു സന്ദർശിച്ചപ്പോൾ, റബ്ബൂനി സന്ദർശിച്ചപ്പോൾ, ലോകരക്ഷകൻ സന്ദർശിച്ചപ്പോൾ, പാപമോചകൻ സന്ദർശിച്ചപ്പോൾ മരണം മാറി, പകരം ജീവൻ പകർന്നു. യുവാവെ എഴുന്നേൽക്ക എന്ന് ശവമഞ്ചത്തിൽ തൊട്ട് പറയുമ്പോൾ മരിച്ചവൻ സ്തോത്രം എഴുന്നേറ്റ് വരുന്നു. ഇതേ നോക്കി തീർന്നില്ല. ബൈബിൾ പറയുന്നു, സക്കായിയുടെ ഭവനത്തിൽ ചെന്നപ്പോൾ സക്കായിക്ക് ഒരു മാനസാന്തരം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, കുഷ്ഠരോഗിയായ സിമോന്റെ ഭവനത്തിൽ ഇരുന്നപ്പോൾ അവിടെയും ദൈവത്തിന്റെ പരിമളമായ വിടുതൽ അവിടെ നടന്നുവെങ്കിൽ ഇന്ന് പോൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളിതുവരെ നടക്കാത്ത, സ്തോത്രം, നാളിതുവരെ സംഭവിക്കാത്ത ഒരു ശക്തമായ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ശക്തമായി വ്യാപരിക്കുകയാണ്. ഒരു കൂട്ടർ വിമർശിപ്പാനുള്ളപ്പോൾ, ഒരു കൂട്ടർ സ്തോത്രം നിന്ദിപ്പാനുള്ളപ്പോൾ, ഒരു കൂട്ടർ പരിഹസിക്കുവാൻ നിൽക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു തന്റെ ദൗത്യത്തെ പൂർത്തീകരിക്കുന്നു, തന്റെ ശുശ്രൂഷ നടപടിയായി ചെയ്യുന്നുണ്ട്. സ്തോത്രം, 4 പേർ ചേർന്ന് എടുത്തുകൊണ്ട് വന്നവൻ ഇതേ നോക്ക്, എല്ലാവരും കാണേ സ്തോത്രം, ഇതേ അവന്റെ പാപത്തെ ദൈവം മോചിപ്പിച്ചു കൊടുത്ത് അവന് പൂർണ്ണ സൗഖ്യം കൊടുത്ത്, ഇതേ സ്തോത്രം, അവനെ സന്തോഷത്തോടെ, സൗഖ്യത്തോടെ, പൂർണ്ണ ബലത്തോടെ, അതേ ദീർഘായുസോടെ അവനെ ഭവനത്തിലേക്ക്, അവന്റെ ദീനക്കിടയ്ക്ക് മാറ്റി വിരിച്ച് സ്വർഗത്തിലെ ദൈവം അവനെ അയക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, അധികം ഭവിക്കാതെ ഇരിക്കേണ്ടതിന് ഈ സ്തോത്രം പകൽക്കാലം ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ അത്ഭുതത്തിൽ, ദൈവത്തിന്റെ അത്ഭുത വചനത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ അത്ഭുതകരമായ വചനത്തിൽ വിശ്വസിക്കുക. ഈ കർത്താവിനെ നമ്മൾ ആരാധിക്കുക, ഈ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. ഇന്നേക്ക് 2000 സ്തോത്രം 25 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി സ്തോത്രം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച, അടക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന കർത്താവ് യേശു ക്രിസ്തു ഏത് രോഗത്തെയും, ഏത് പാപത്തെയും, കടുച്ചുവപ്പായ ഏത് പാപത്തെയും ശുദ്ധീകരിപ്പാൻ കഴിവുള്ള യേശു ക്രിസ്തു, ഒന്ന് നമ്മുടെ രോഗത്തെ മാറ്റുന്നവൻ, രണ്ട് നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് നമുക്ക് സ്തോത്രം വിമോചനം തരുന്നവൻ, നിത്യതയിലേക്ക് കരം പിടിച്ച് നടത്തുന്ന യേശു ക്രിസ്തുവിന്റെ കരം ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന സകലവരിലും ഒരു മിറക്കിളായി, ഒരു വിടുതലായി, ഒരു ദൈവപ്രവൃത്തിയായി ജീസസ് വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കണ്ണുകളും അടച്ചു പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വിശുദ്ധ ദിവസം കൂടി കാണുവാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദൈവവചന സന്ദേശം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും, രോഗികളായിരുന്ന, കഷ്ടതയിലും പ്രയാസത്തിലും വേദനയിലും വേർപാട് ദുഃഖങ്ങളിലും ഒക്കെ ആയിരുന്ന എല്ലാവർക്കും ഒരു ആശ്വാസമായിരിക്കുവാൻ സ്വർഗം സഹായിച്ചുവല്ലോ. മിനിസ്ട്രിക്കായി, മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്കായി, അതിന്റെ സ്ഥാപകർക്കായി, കുടുംബത്തിനായി, കുഞ്ഞുങ്ങൾക്കായി, കൂടെ പ്രവർത്തിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നതിന്റെ മഹാരാജ്യത്തിൽ ഇതൊരു ഉണർവ് ശുശ്രൂഷയായി, ഒരു ഉണർവ് മിനിസ്ട്രിയായി കത്തിപ്പന്തലിക്കുവാൻ, ജ്വലിച്ചു പ്രകാശിക്കുവാൻ സ്വർഗം സഹായിക്കും. പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ.
പകൽ വാഴ്ത്തിടുന്നു, നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. പാവനാത്മാവേ ആശ്വാസപ്രദൻ നീ, ദൂതന്മാർ പകൽ വാഴ്ത്തിടുന്നു, നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ദൈവപിതാവേ എന്നുടെ താതൻ നീ, ദൂതന്മാർ പകൽ വാഴ്ത്തിടുന്നു, നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും